ശശി തരൂരിനെ വേദിയിലിരുത്തി രൂക്ഷ വിമർശനം ഉന്നയിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തർക്കം പരിഹാരത്തിനായി ബാബരി മസ്ജിദ് പള്ളി മുസ്ലിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണമെന്ന തരൂരിന്റെ പ്രസ്താവനയിലാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. അതേസമയം ഇക്കാര്യത്തിൽ മറുപടി പറയാതെ തരൂർ പ്രസംഗം അവസാനിപ്പിച്ചു മടങ്ങി. മുസ്ലിം ലീഗിന്റെ ബാഫക്കി തങ്ങൾ അഹമ്മദ് സാഹിബ് അനുസ്മരണ സമ്മേളനമാണ് വേദി. ലീഗിന്റെ സംസ്ഥാന നേതാക്കളും LDF കൺവീനർ EP ജയരാജനും ശശി തരൂരും വേദിയിലുണ്ട്. അനുസ്മരണത്തിനിടയിൽ തരൂരിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് മറുപടി വേണമെന്നായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ആവശ്യം. എല്ലാ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ കേട്ടു ശശിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടു. ആ ഇന്റർവ്യൂവിൽ ശശി തരൂർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സഹജമായ ശൈലിയിൽ പറയുകയാണ്, ബഹുമാനപൂർവം ആ പള്ളി എടുത്തു മാറ്റി വേറെ സ്ഥലത്തേക്ക് വയ്ക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു ഞാൻ കേട്ടതാണ്. എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല. ആ ചോദ്യത്തിനകത്ത് ചാഞ്ചാട്ടമുണ്ടോ? അതിനകത്ത് ഗാന്ധിജിയെ പറന്നുപോയോ ശശി തരൂർ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയുകയല്ലെങ്കിലും ഈ രാഷ്ട്രീയം പറഞ്ഞേ തീരൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം കാവറ്റക്കാരായി മാറും. യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുത്ത് ചിരിച്ചു പിരിഞ്ഞാൽ നമ്മൾ വെറും നാടകക്കാരായി മാറും. പിന്നീട് തരൂർ തന്റെ പ്രസംഗത്തിൽ എന്ത് മറുപടി പറയുമെന്ന് സകലരും കാതോർത്തു. ബിനോയ് വിശ്വവും വേദി വിടാതെ കാത്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ മറുപടി പറയാതെ തരൂർ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങി. എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് എന്തെങ്കിലും അതേപ്പറ്റി പറയാനുണ്ടെങ്കിൽ പറയുമെന്നായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി തരൂർ അതേപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞില്ല. അദ്ദേഹമാണ് പറഞ്ഞത്, ആദരപൂർവ്വം ബാബറി മസ്ജിദ് എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കാമായിരുന്നോ? ആ ഒരു അർത്ഥത്തിൽ വർത്തമാനം ഞാൻ കേട്ടതാണ്. അതേപ്പറ്റി അദ്ദേഹം എന്തെങ്കിലും പറയേണ്ടതായിരുന്നു. പലസ്തീൻ പ്രസംഗത്തിലും കോഴിക്കോട്ട് അദ്ദേഹം ഇതുപോലെ തന്നെ ഒന്ന് ആടിക്കളിച്ചു. പ്രശ്നം ഇതാണ്, മൗലിക പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചാഞ്ചാട്ടമുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.